ഞാൻ എൻ്റെ അത്താനെ കണ്ടിട്ട് എപ്പോൾ കണ്ടാലും എന്നെ നല്ല ഓർമ്മയാണ്. എവിടെ കണ്ടാലും ഷാജി വിളിക്കും. അത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താ പറയുക, എൻ്റെ പേര് എൻ്റെ അത്ത ഇട്ടതാണ്. എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അത്താക്ക്. എൻ്റെ അത്താൻ്റെ ആൾക്കാർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവരുടെ കാണലുണ്ട്, അത്താൻ്റെ പെങ്ങളുടെ അടുത്ത് പോകണം ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ ആർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണമെങ്കിലും ആർക്കും ഒരു ഉപകാരം ചെയ്യണമെങ്കിലും എൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടാവണ ഒരു കാര്യം, എൻ്റെ അത്ത എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, എൻ്റെ അത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തു കൊടുക്കല്. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്തയല്ലേ, നമ്മൾ ഉണ്ടാക്കിയ തന്തയല്ലേ. എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും ബുദ്ധിയിലാണ് നടക്കുകയാണ്. കാരണം സ്വയം ബുദ്ധി ഉണ്ടെങ്കിൽ ആളെങ്ങനെ ചെയ്യില്ല. ആൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, വല്ല ഭ്രാന്തന്മാരനെ പോലെ നടക്കും. നാലുപുറം ഇന്ന് ഇവിടെ കണ്ട അവിടെ കാണില്ല. ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മാനോട് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻ്റെ അത്താനെ ആട്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം തുടങ്ങിയത്. കാരണം എൻ്റെ അത്ത ഒരു ഭ്രാന്തനാണ്. എൻ്റെ അത്താനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയലുണ്ട്, ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നമ്മൾ ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നോക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത്, പൈസ ഞാൻ ഇറക്കാം, നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ടുപോയി നോക്കാം, എവിടെയാണെങ്കിലും കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോയി നോക്കിക്കോന്ന് പറഞ്ഞത്. അതിനുള്ളൊക്കെ അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ. എൻ്റെ തള്ള അത്ര നല്ല പുള്ളൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല. എൻ്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. പിന്നെ 3 മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി 3 ഉണ്ടാക്കാൻ നിനക്ക് എൻ്റെ അത്താനെ ആവശ്യം വന്നൂലേ? നിന്റെ 3 പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. ഒരിക്കലും ഒരാണില്ലാണ്ട് ഒരു പെണ്ണിന് കുട്ടികളെ കിട്ടില്ല. എൻ്റെ അത്താനെ നീ പുറന്തള്ളി എൻ്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ്. എൻ്റെ അത്താനെ എന്താ പറയാ, ഞാൻ കുടുംബകഥകൾ ഇനി നിങ്ങളോട് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അത്ത അധികം വരുമ്പോഴേക്ക് ഇദ്ദേഹം അടിച്ചോടിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭ്രാന്തനാണ് അവനൊന്നും അല്ല. അയാള് അങ്ങനെ വിവരമില്ലാണ്ട് ചെയ്യാന്നുള്ള തള്ളതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാന്. എൻ്റെ അത്താനെ ലാസ്റ്റ് തല്ലിയവനാണ് ആക്സിഡന്റിൽ മരിച്ചത്. ഒരാങ്ങള ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. എൻ്റെ അത്താനെ തല്ലിയതാണ്, എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ്. പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് ലാസ്റ്റ്. അതിൻ്റെ ശേഷം എൻ്റെ അത്ത എൻ്റെ വീട്ടിലേക്ക് കാലുകുത്തിയിട്ടില്ല. അതുവരെ ഞങ്ങളുടെ കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു, ഞങ്ങൾ കാണുമായിരുന്നു, പോകുമായിരുന്നു. എൻ്റെ ഇക്കുള്ള വരയ്ക്കും ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഞാൻ പൈസ കൊടുക്കും, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും. എൻ്റെ ഇക്കാൻ്റെ ഡ്രസ്സ് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പുതിയ ഡ്രസ്സ് കൊടുക്കും. ഇപ്പം എൻ്റെ അത്താൻ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല. എന്നെ കാണാൻ വേണ്ടി 2-3 പ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ വന്നു, പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അത്താനെ. അളിയൻ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ അളിയന് ചായ വെച്ച് കൊടുത്താൽ എൻ്റെ തള്ള എന്താ പറയില്ലല്ലോ, എന്താ നിൻ്റെ ഇളയച്ചനെ അവനെ ഒഴിവാക്കിയിട്ട് ഇവനെ കെട്ടിക്കോ എന്ന് പറയുന്ന തള്ളയാണ് എൻ്റെ തള്ള. അപ്പൊ നീ 3 ഇപ്പൊ നീ 2 എന്നെ ഒഴിവാക്കിയതാണ്, എന്നെ മകളല്ലാന്ന് പറഞ്ഞതാണ്. 2 നീ കെട്ടിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണ അവളെ ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. 2 നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിലിരിക്കണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയിപ്പിക്കും പടച്ചോൻ. അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിക്കും. എൻ്റെ ഈ കണ്ണീരിന് അർത്ഥം ഉണ്ടെങ്കിൽ എൻ്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കും. പിന്നെ നിനക്ക് മൈമയൊക്കെ ഉണ്ടാവും. പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എൻ്റെ അത്തയൊക്കെ നോക്കിയിട്ടുണ്ട്. എൻ്റെ അത്ത നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെടിപ്പണിക്ക് പോയിട്ടും വേറെയുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടൊക്കെ എൻ്റെ അത്ത ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നോക്കായികയൊന്നുമില്ല. ഉള്ള പൈസ 2000 ആയാലും, പ്രാന്തനാണെങ്കിലും 2000 ആയാലും 3000 ആയാലും കിട്ടണ പൈസ എൻ്റെ അത്ത കൊടുന്നു കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അത്താനെ കാണുന്നതല്ലേ, എനിക്കറിയും എൻ്റെ അത്ത എന്താണെന്ന്. പിന്നെ എൻ്റെ അത്താനെ ഈ കോലത്തിലാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തി കാരണം കൊണ്ടാണ്. എൻ്റെ അത്ത ഈ ലെവലിലായത് നിങ്ങളാണ്. ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ആർക്കാ വേണ്ടിച്ച് കൊണ്ടുപോയി നോക്കാനാ പറഞ്ഞത്. അതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാനാ? പോവും,
അത് ഉറപ്പാണ്. അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത്. ആങ്ങളാര്, അവനവൻ്റെ വാപ്പാൻ്റെ മുതല്, ഉമ്മ, 5-8 ആങ്ങളാര് ഒക്കെ ചത്തൊടുങ്ങി 8 എണ്ണത്തിൽ 3 ബാലൻസ് ഉള്ളൂ. എൻ്റെ അത്താൻ്റെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എൻ്റെ അത്താൻ്റെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ വീട്ടില് ഇപ്പൊ നിങ്ങൾ എന്നെ എൻ്റെ മക്കളെ ആട്ടി ഇറക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങള് കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. അന്ന് മനസ്സിലാക്കും. പായലിന്റെ തലകിൽ കിടക്കുമ്പോ ഞാൻ എന്താണെന്നും ബാക്കിയുള്ളവരെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത്രേ പറയാനുള്ളൂ.